ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും PSCയുടെ പ്രൊഫൈൽ ശ്രദ്ധിച്ചായിരുന്നോ? 353 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 10+2 ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ മുന്നോട്ടുള്ള പഠനങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്തിട്ട് പറ്റുന്ന പോസ്റ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് 60 പോസ്റ്റിനാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ SRന് 9 പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCAക്ക് 90 പോസ്റ്റ് ഉണ്ട്. പിന്നെ ട്രാൻസ്ഫറിൻ്റെ നോക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ജനറലിന് 40 പോസ്റ്റ് പുതിയത് വന്നിട്ടുണ്ട്. SR 5 പോസ്റ്റ്, അതുപോലെ തന്നെ NCAയുടെ 106 പോസ്റ്റാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫറും പോസ്റ്റുകളും നോക്കുക. എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളോട് PSC പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യണേ. ഇവിടെ ഞാൻ കോമൺ ആയിട്ട് എല്ലാ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷേങ്കിൽ അതൊന്നുമല്ല, നിങ്ങൾ പ്രൊഫൈൽ കയറി നോക്കണം. ഇപ്പം ഓരോ കമ്മ്യൂണിറ്റി വൈസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഓരോ കമ്മ്യൂണിറ്റിക്കും ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ട്രെയിനിയും അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെയും നോട്ടിഫിക്കേഷൻസും ഉണ്ട്. ഇത് പൊതുവെ എനിക്ക് പറയാനുള്ളത് പുരുഷന്മാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഡ്രൈവർ ആയതുകൊണ്ട് ലൈസൻസും അതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പ്രൊഫൈൽ കയറി മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിന് +2 ഓർ ഇക്വലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പോലീസ് എന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടറിൻ്റെയാണ്. ഫസ്റ്റ് 508/2024 കണ്ടോ, അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. താഴത്തെ 510/2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, അത് ഫീമെയിലിനും പറ്റുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ്, ഗ്രാജുവേഷനാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. സോ ഗ്രാജുവേഷനുള്ള എല്ലാവരും പ്രൊഫൈൽ കയറി പോലീസ് ആകാനൊക്കെ ആഗ്രഹമുള്ളവർ കാണുമല്ലോ, അവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യണേ. അടുത്തത് 576/2024 അസിസ്റ്റൻറ്റ് ഓഡിറ്റർ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. സോ ഗ്രാജുവേഷനുള്ള എല്ലാവരും മസ്റ്റായിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീണ്ടും പോലീസ് 582/2024 വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ലേഡീസിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. സോ എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 583/2024 പോലീസ് കോൺസ്റ്റബിൾ, അത് പുരുഷന്മാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ SSLC ഓർ ഇക്വലൻ്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരൊക്കെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് 724/2024 ആണ് കാറ്റഗറി നമ്പർ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഇനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവരുടെ ജോബ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഒരുപാട് ജോലികൾ വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫിസിക്സ്, അഗ്രികൾച്ചർ, ബോട്ടണി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിനൊക്കെയുള്ള ഒരുപാട് പോസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യണേ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് നോക്കുക. 477/2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി മലപ്പുറത്തേക്കുള്ളതുണ്ട്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ +2 ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ചെക്ക് ചെയ്യുക. നമ്മളിന്ന് അതായത് എല്ലാ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്ന ജോബ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. പക്ഷേങ്കിൽ ഇതല്ല, ഒരുപാട് ജോബ് വന്നിട്ടുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും കാറ്റഗറിക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് പോസ്റ്റ് ഉണ്ട്. സോ എല്ലാവരും നോക്കണേ പ്രൊഫൈല്. അടുത്തത് 743/2024 സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. ഓക്കെ, അതിനും +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം. അപ്പോൾ 10+2 ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഇതെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഗ്രാജുവേഷൻ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. +2 ഉള്ളവർക്കാണെങ്കിൽ 10ൻ്റെയും +2ൻ്റെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.